ഹലോ പരിപാടി പഴം പുഴുങ്ങിയത് കുക്കറിൽ എങ്ങനെ ഉണ്ടാക്കുന്നത് കാണാൻ പോകുന്നില്ല. കാരണം പഴം ഈസ് ഓൾറെഡി ഇൻസൈഡ് ദി കുക്കർ. ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് കുക്കറിനുള്ളിട്ട് പഴം ഇട്ടു. അപ്പം ആവശ്യത്തിനോട് വെള്ളം നിറച്ചിട്ട് പഴം കുക്കറിനുള്ളിലോട്ട് ഇടുക. ഒരു വിസിലടിക്കും. ഇപ്പം ഹൈ ഫ്ലെയിമിലുള്ള ഒരു മീഡിയം ഫ്ലെയിമിലോട്ടാക്കിയിട്ട് ഒരു വിസിലിനുള്ളിൽ തീരേണ്ടതാണ്. ലെറ്റ്സ് സീ. ഇതിൽ വിസിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇൻ ദ മീൻ ടൈം മുട്ട ഒഴുകാൻ വെച്ചിട്ടുണ്ട്. സോ അതിൽ അതിൻ്റെ പ്രോസസ്സ് എന്താ വെച്ചാൽ ജസ്റ്റ് കുറച്ച് വെള്ളം എടുത്തിട്ട് ഒരു പാത്രത്തിലിടുക. അത് ബോയിൽ ചെയ്യണം. അതൊരു കുറച്ച് നേരം ആയിക്കോളും. എത്ര സമയം ഒന്നും കറക്റ്റ്. ഇതിലൊരു വിസിൽ വന്നു. നമുക്ക് ലെറ്റ്സ് സ്വിച്ച് ഇറ്റ് ഓഫ്. ഇത് ഇന്നലത്തെ പുട്ടിൻ്റെ അത് ഒന്ന് ആവിയോ പോയിട്ട് തുറക്കാം, അല്ലെങ്കിൽ കയ്യിലോട്ട് പിടിക്കും. ഐ തിങ്ക് ഇൻ ദ മീൻ ടൈം വീൽ ക്യാൻ ടീ. ചായ ഉണ്ടാക്കാണ്ടെങ്കിൽ നോക്കാം. വെയിറ്റ് ആൻഡ് സീ. ഇപ്പം നമ്മൾ ചായ ഉണ്ടാക്കാൻ പോകും. ചായ ഉണ്ടാക്കാൻ പാത്രം, കപ്പ്, 3 കപ്പ് ചായ ഉണ്ടാക്കേണ്ടത്. സോ എൻ്റെ ഒരു കണക്കനുസരിച്ച് 1 കപ്പ് ചായ ഉണ്ടാക്കാൻ 1/2 കപ്പ് പാലാണ് ഞാൻ യൂഷ്വലി ഉപയോഗിക്കൽ. ഓക്കെ. അപ്പോൾ നമ്മൾ 3 കപ്പ് ചായക്ക് 1.5 കപ്പ് പാല്. പിന്നെ അത് മെഷർ ചെയ്ത് ഉപയോഗിക്കൽ. ഇപ്പോൾ ശീലമുള്ള ആൾക്കാർക്ക് കറക്റ്റ് കണ്ടാൽ മനസ്സിലാവും. എന്താ വെച്ചാൽ ചായ ഉണ്ടാക്കാൻ പോവാം. ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് ചായ ഏതായാലും ചായ ഉണ്ടാക്കിയിട്ട്, അപ്പോൾ ചായ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കണമെന്ന് എപ്പോഴും ആഗ്രഹമുണ്ട്. കാരണം അല്ലെങ്കിൽ ചായ പെർഫെക്റ്റ് ആയില്ലെങ്കിൽ ചായ ആവില്ല. അതൊരു പ്രശ്നം. 1 കപ്പായി. 1/2 കപ്പ് പാലും കൂടെ. കാണുന്നില്ലേ? ഓക്കെ. 1/2 കപ്പായി. ഇനി ഒരു 1.5 കപ്പ് വെള്ളം കൂടെ. അപ്പോൾ 1.5 + 1.5 3 കപ്പ്. വെള്ളം കുറച്ച് വേണമെങ്കിൽ കൂട്ടാം, കാരണം എന്തായാലും ആവിയപ്പോലെ. ചെറുങ്ങനെ. സോ ഇൻഗ്രീഡിയൻസ് ആയി. ബേസിക് ഇൻഗ്രീഡിയൻസ്. ഞാൻ സാധാരണ ഈ കണ്ടെയ്നറിൽ ചായ ഉണ്ടാക്കില്ല, പക്ഷേ ഇന്ന് അതിൽ മുട്ടയാണ്. ചായ ഒന്ന് ഒരു ഹൈ ഫ്ലെയിമിൽ, ഹൈ ടു മീഡിയമിൽ ഇട്ടാൽ മതി. തിളച്ച് വരുമ്പം ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. നമ്മളെ പഴം പുഴുങ്ങിയത് ഒന്ന് തുറന്നു നോക്കാം. ആദ്യമൊക്കെ ഒന്ന് ഒഴിവാക്കാം. അയ്യേ, എന്തത്? ഇത് കുറച്ച് കൂടുതലായി. കാരണം ഇതിന് ഭയങ്കര പഴുപ്പുള്ള പഴമായിരുന്നു. സോ കുഴപ്പമില്ല, തിന്നാനല്ലേ, കുഴപ്പമൊന്നുമില്ല. കുറച്ച് അധികം വിസിലടിച്ചു പോകുന്നൊരു സംശയം. അപ്പോൾ പഴം പുഴുങ്ങിയത് ഈസ് റെഡി. ഇനി പ്ലേറ്റിലോട്ട് സെർവ് ചെയ്തിട്ട് ഞാൻ തരാം. പാല് തിളച്ചിട്ടില്ല, തീ കൂടി കൊള്ളണം. സോ ഇൻ ദ മീൻ ടൈം let's gather the rest of the ingredients. പഞ്ചസാര അവിടെ ഉണ്ട്. ചായപ്പൊടി യെസ്, ഹിയർ ഇറ്റ് ഈസ്. കണ്ണൻദേവനല്ല, AVT is the brand that we use. പാല് ഫ്രിഡ്ജിലോട്ട് വെക്കാം. I think I'm going to show you the fridge.
അതിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ ബ്രെഡ് വാങ്ങാൻ മറന്നില്ലേ. സോ മുട്ടയും പഴമായി അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കാം. തിളക്കട്ടെ. പാല് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. സോ പാല് തിളക്കുമ്പോഴേക്കും നമുക്ക് ഇത് പ്രശ്നമാവുമല്ലോ. പെട്ടെന്ന് ഓഫാക്കല്ലേ വേണ്ടത്, സിമ്മിലോട്ട് ഇടാൻ വേണ്ട. നമ്മളെ ഗ്യാസ് കുറച്ചൊരു ട്രിക്കിയാണ് അത് മാനേജ് ചെയ്യാൻ. ചെറിയൊരു വെരി തിൻ ലൈൻ. ഇപ്പോൾ നമുക്ക് പഞ്ചസാര ഇടാം. പഞ്ചസാര ഒരു ഗ്ലാസ്സിലേക്ക് വേണമെങ്കിൽ 2 ടീസ്പൂൺ ഫുള്ളൊക്കെ ഇടാം. പക്ഷേ നമ്മളിപ്പോൾ കുറച്ച് ആവശ്യത്തിന് ഇട്ടാൽ മതി. ഞാനിപ്പോൾ ഒരു 4 സ്പൂൺ ഇടുള്ളൂ. 4 4.5 സ്പൂൺ ഇടാം. ചായക്ക് എപ്പോഴെങ്കിലും കുടിക്കുള്ളൂ. അപ്പോൾ കുറച്ച് പഞ്ചസാര കുഴപ്പമില്ല. ഇനിയാണ് എന്താ മേജർ. ഇപ്പോൾ പാലും വെള്ളമായിട്ടുള്ളൂ. ഇനി ചായപ്പൊടി എൻ്റെ ഒരു കണക്കെന്താ വെച്ചാൽ നമ്മൾ എടുത്ത അളവ് പാലിനും വെള്ളത്തിനും 1 ടീസ്പൂൺ ഫോർ 1 കപ്പ്. അപ്പോൾ 3 കപ്പുള്ളതുകൊണ്ട് 3 ടീസ്പൂൺ. അങ്ങനെ അതായി. അപ്പം ഇനി വേണമെങ്കിൽ എന്താ ചെയ്യാം, ഇനി വേണമെങ്കിൽ വല്ല ഏലക്കായി എല്ലാം ഇടാം താല്പര്യമുള്ള ആൾക്കാർക്ക്. അപ്പം എനിക്ക് താല്പര്യക്കുറവൊന്നുമില്ല, പക്ഷേ താല്പര്യക്കുറവുള്ള ചില ആൾക്കാരുണ്ട്. ഞാനതൊക്കെ വീണ്ടും കുറച്ച് തീ കൂട്ടി, അതാണ് പൊങ്ങി വരുന്നത്. അത് ഒരു സിമ്മിലിട്ടത് സിമ്മിലിട്ടാൽ മതി. സിമ്മിലിട്ട് കുറച്ച് നേരം തിളപ്പിച്ചാൽ മതി. വേണമെങ്കിൽ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ ഈ പ്രശ്നം എന്ന് വെച്ചാൽ ചായപ്പൊടി മേലെ ഇങ്ങനെ നിൽക്കും. ഇതൊന്ന് തിളച്ചാലല്ലേ അതിൻ്റെ ഫ്ലേവറും എല്ലാം പാലിലോട്ട് ഇറങ്ങുള്ളൂ. കണ്ടില്ലേ, ഇപ്പോൾ അത് പൊങ്ങി വന്നിട്ടേ ഫുൾ പാത്രത്തുമില്ല. നമുക്ക് ഫുൾ പൊട്ടൻഷ്യൽ കിട്ടണമെങ്കിൽ, ചായപ്പൊടിയുടെ ഫുൾ പൊട്ടൻഷ്യൽ യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ എല്ലാവരും മിക്സ് ഇത്തറലി. കുറച്ച് മെസ്റ്റപ്പ് ആയല്ലേ, കുഴപ്പമില്ല. യൂട്യൂബിൽ കാണുന്ന പോലെ ഒന്നുമല്ല, ഇതിങ്ങനെ തന്നെ ഇതിൻ്റെ പരിപാടി. ഇവിടെ നമ്മൾ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. മുട്ടയുടെ ഒരു സുഖം എന്താ വെച്ചാൽ കൂടുതലായാലും പ്രശ്നമില്ല, കുറവായാലും കുറച്ച് ഹാഫ് ബോയിൽഡ് ആയിരിക്കും. സോ അത്യാവശ്യം കളറൊക്കെ ആയില്ലേ, ഇത് മതിയായിരിക്കും എന്നാണ് തോന്നണേ. ഓഫാക്കാം. ഇതും ഓഫാക്കാം. അത്യാവശ്യം അതിന് വെള്ളമൊക്കെ ആകെ പറ്റി ആ കലമ്പായി. കുറച്ചും കൂടി വെള്ളം വേണമായിരുന്നു. കുറച്ചും കൂടി ഇമ്മേഴ്സ്ഡായിട്ട് നിൽക്കണം വെള്ളത്തിൽ. ഇതിപ്പോൾ കുറച്ചുണ്ട് മൂലക്കൽ. അതറക്കട്ടെ. ലെഫ്റ്റ്. ഇതൊന്ന് തൊലി പൊളിച്ചിട്ട് വരാം. പഴം പുഴുങ്ങിയത് ഗാർണിഷ് കോക്കനട്ട്, പിന്നെ അണ്ടേ ചായ്. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. താങ്ക് യു. പിന്നെ ഫുഡ് ഉണ്ടാക്കി നിങ്ങളെ പരിചയം മാത്രം പോരല്ലോ, ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ. പഴം എടുത്ത് നോക്കാം. പഴം പ്രശ്നം എന്താ വെച്ചാൽ നമ്മളെ മെത്തേഡിൻ്റെ പ്രശ്നമൊന്നുമില്ല, പക്ഷേ പഴം കുറച്ച് പഴുത്ത പഴമാണ്.
സോ ആകെ അലുഞ്ഞൊരു പരുവായി. പിന്നെ ചായ ലുക്സ് നൈസ്, ടേസ്റ്റ് വെരി നൈസ്. അപ്പം ചായ പെർഫെക്റ്റ്. ഇനി അണ്ടേ, ഇത് പിന്നെ കുക്ക് ചെയ്യണമെന്നില്ലല്ലോ, വെള്ളത്തിൽ തിളപ്പിച്ചായതുകൊണ്ട് ടേസ്റ്റ് ഒന്നും മാറാനില്ല. ഇറ്റ്സ് നൈസ്. ദാറ്റ്സ് ഇറ്റ്. ബൈ അഗെയിൻ. See you tomorrow. All my people just be rolling up on this spot. 'Cause this spot's a hot spot up on this block.